നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മന്ത്രി KP വിശ്വനാഥന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മറ്റത്തൂരിലും വരന്തരപ്പള്ളിയിലും UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. ചേർപ്പിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. യുവാവിന് നേരെ തോക്ക് ചൂണ്ടി വധഭീഷണി മുഴക്കിയ പ്രതി പിടിയിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില തിങ്കളാഴ്ച 2 തവണ കുതിച്ചുയർന്നു. ലക്ഷത്തിന് തൊട്ടരികിലെത്തി. പവന് 99,280 രൂപയായി. വിശദമായ വാർത്തകൾ നോക്കാം. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP വിശ്വനാഥന്റെ 2ാം ചരമവാർഷികം പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പുതുക്കാട് സെന്ററിൽ ദിനാചരണവും പുഷ്പാർച്ചനയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര അധ്യക്ഷനായിരുന്നു. മുൻ MLA MK പോൾസൺ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, DCC സെക്രട്ടറി സെബി കൊടിയൻ, KJ ജോജു, AJ ജസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് സമീപിക്കുമ്പോൾ ചികിത്സാ സഹായമടക്കം അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഇന്നിപ്പോൾ നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷം തികയുന്ന ദിവസമാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറവ് ഒരിക്കലും നികത്താൻ സാധിക്കാത്ത രീതിയിലാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക്, മാത്രമല്ല അതിശക്തനായ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാം നയിക്കാനും അദ്ദേഹത്തിൻ്റെ മാർഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളും നമുക്കൊരു പാഠമാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരുമായ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ മാർഗം പിന്തുടർന്നുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയോജകമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തും നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. 5 പഞ്ചായത്തുകൾ നിർണായകമായ സ്ഥാനങ്ങളിൽ എത്താൻ, അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള വിജയം എത്തിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനവും അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ഈ നാടിന് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും മാത്രമാണ് എന്നുള്ളത്. മുൻ മന്ത്രി KP വിശ്വനാഥന്റെ 2ാം ചരമവാർഷികം കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ആൻസ് കണ്ണമ്പുഴ, ഭാഗ്യവതി ചന്ദ്രൻ, പോൾസൺ തെക്കുംപീടിക, KS കൃഷ്ണൻകുട്ടി, K രാജേശ്വരി, പ്രിൻസൻ തയ്യാലക്കൽ, O വിജയൻ, ജിമ്മി മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ, ജൻസൺ കണ്ണത്ത്, TT ബെന്നി, TO ബൈജു, KD ഷാജി, പിൻഡോ മഞ്ഞളി, ചന്ദ്രൻ പുതിയടത്ത്, റോസ്മേരി ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. ചേർപ്പിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പടിഞ്ഞാട്ടുമുറി സേവൻകുഴി വീട്ടിൽ ബഷീറാണ് മരിച്ചത്. രാവിലെ നടക്കാൻ പോകുന്ന വഴി പടിഞ്ഞാട്ടുമുറി സിറാത്തു സിവിയ മദ്രസയ്ക്ക് സമീപം വെച്ചാണ് നിയന്ത്രണം വിട്ട കാറിടിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബഷീർ തിങ്കളാഴ്ച രാവിലെയാണ് മരിച്ചത്. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സുവർണ ജൂബിലി ആഘോഷം ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി C രവീന്ദ്രനാഥ് ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ അഷ്ടമൂർത്തി മുഖ്യാതിഥിയായിരുന്നു. പ്രവീൺ M കുമാർ, MP വിജയൻ, രാജാമണി എന്നിവർ പ്രസംഗിച്ചു. ബാച്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലേക്ക് നൽകിയ വാട്ടർ പ്യൂരിഫയർ റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ MK മാത്യു കൈമാറി.
വിവിധ ബാച്ചുകളിലായി പഠനം പൂർത്തിയാക്കി ഉന്നത പദവികളും നേട്ടങ്ങളും കൈവരിച്ച KA മാത്യു, ഡോക്ടർ രാഘവൻ, ഡോക്ടർ ജസ്റ്റിൻ പോൾ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, VM ബിൻസാദ്, P സുരേഷ്, ശശികല ജഗൽജീവൻ എന്നീ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക M മഞ്ജുളയെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുമായി സംവദിക്കാൻ ശ്രമിക്കണം. അപ്പോൾ സംവാദത്തിൽ നമ്മൾ എങ്ങനെ ഒരു തലത്തിൽ ഉയർന്നു നിൽക്കും എന്ന ചോദ്യവും പ്രസക്തമാണ്. അതിന് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസത്തിൽ 4 ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് വിവരം, ഇൻഫർമേഷൻ. രണ്ടാമത്തെ ഘട്ടം എന്നത് അറിവാണ്. മൂന്നാമത്തെ ഘട്ടം വിജ്ഞാനമാണ്. നാലാമത്തെ ഘട്ടം ജ്ഞാനമാണ്. ഇങ്ങനെ 4 ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇൻഫർമേഷൻസിൻ്റെ പ്രളയമുണ്ടെങ്കിലും സംവാദത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് അറിവിൻ്റെ നിർമ്മാണത്തിൽ അല്പം കുറവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൊതുവെ നമ്മളിപ്പോൾ ഒരു സൈബർ വേൾഡിൽ, സൈബർ ലോകത്ത് ആണ് സൗഹൃദങ്ങൾ കൂടുന്നത്, കഴിയുന്നു. അതിൽ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. യാത്ര ചെയ്യേണ്ടെന്നുള്ള സ്വാതന്ത്ര്യം, വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, നേരിട്ട് കാണാനുള്ള സൈബർ ഇതിൽ നമുക്ക് വീഡിയോയിൽ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സൗകര്യം അതല്ല. കല്ലൂർ വെർണാക്കുലർ LP സ്കൂളിന്റെ ചുവരുകളിൽ വർണ്ണചിത്രങ്ങൾ നിറഞ്ഞു. 100 വർഷം പിന്നിടുന്ന സ്കൂളിന് ഇനി പുതിയ മുഖം. കുട്ടികൾക്ക് പ്രിയപ്പെട്ട കിളികളുടെയും മൃഗങ്ങളുടെയും പൂമ്പാറ്റകളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും ചിത്രങ്ങൾ വിദ്യാലയ ചുമരുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചോക്കോ കരിക്കട്ടയോ കിട്ടിയാൽ കുട്ടികൾ വിദ്യാലയ ചുവരുകളിൽ സ്വന്തം പേരോ കൂട്ടുകാരൻ്റെ ഇരട്ടപ്പേരോ കോറിയിടുന്ന കാലം കഴിഞ്ഞു. ഒരു നാടിന് മുഴുവൻ ആദ്യാക്ഷരത്തിൻ്റെ അമൃത് പകർന്ന കല്ലൂർ VLP സ്കൂളിൻ്റെ ചുവരുകളിൽ PTA-യുടെയും അധ്യാപകരുടെയും ഇൻഫോർമൽ കളക്റ്റീവ് ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ സ്കൂളിന് 100ാം പിറന്നാൾ സമ്മാനമായി ഒരുക്കിയ വർണ്ണചിത്രങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. 175ഓളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ പഠനാന്തരീക്ഷം വിദ്യാർത്ഥി സൗഹൃദമാക്കുകയാണ് ചിത്രരചനയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനാധ്യാപിക ഷാൻറ്റി സെബാസ്റ്റ്യൻ പറഞ്ഞു. കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി പഠനം അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചുമർ ചിത്രങ്ങളെല്ലാം വരച്ചത്. ഇതിൽ PTA പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥികളും മറ്റ് PTA പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ്, വിവേക് Kയുടെ നേതൃത്വത്തിലാണ് ഈ ചിത്രം വര ഇവിടെ സാധ്യമാക്കിയത്. ഇതിനു വേണ്ടി വളരെയധികം പ്രയത്നിച്ച പൂർവ്വ വിദ്യാർത്ഥികളും ഉണ്ട്. ശശി ഞാറ്റുവെട്ടി, ആകാശ് KR എന്നിവർ ഇതിനു മുമ്പും കമ്പ്യൂട്ടർ റൂമും മറ്റു കാര്യങ്ങളും ഭംഗിയാക്കുന്നതിന് ചിത്രങ്ങൾ വരച്ച് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ശിശുദിനത്തിന്റെ ഭാഗമായി ചിത്രകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശശി ഞാറ്റുവെട്ടി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ സോമൻ കാര്യാട്ട്, ചിത്രകാരനും അധ്യാപകനുമായ പ്രണവ് K, ഇൻഫോർമൽ കളക്റ്റീവ് ഗ്രൂപ്പ് പ്രതിനിധി ഹർഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചിത്രരചന നടത്തിയത്. അഞ്ജലി, മൃദുല, ദേവി, അനു ടീച്ചർ, ആനന്ദ്, കരൺദേവ്, വൈശാഖ്, ലയ, മേഘ, ആദി ശ്രീരാഗ്, വിമൽ, സാന്ദ്ര, ഇഷാന, അഭിജിത്ത് എന്നിവർ സേവന മനോഭാവത്തോടെ ചിത്രരചനയിൽ പങ്കാളികളായി. തങ്ങളുടെ ഇഷ്ടകഥാപാത്രങ്ങളും ചിത്രങ്ങളും വിദ്യാലയ ചുവരുകളിൽ നിറഞ്ഞതോടെ കുട്ടിക്കൂട്ടവും സന്തോഷത്തിലാണ്. പഠനാന്തരീക്ഷം വിദ്യാർത്ഥി സൗഹൃദമായാൽ പഠനം കൂടുതൽ ലളിതവും സുന്ദരവുമാകും. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട കാർട്ടൂൺ ചിത്രങ്ങളും പക്ഷികളും മൃഗങ്ങളുമൊക്കെയായി നിരവധി വർണ്ണചിത്രങ്ങളാണ് കല്ലൂർ VLP സ്കൂളിന്റെ ചുമരുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 100 വർഷം പിന്നിടുന്ന സ്കൂളിന് PTA-യും പൂർവ്വ വിദ്യാർത്ഥികളും സേവനസന്നദ്ധരായ ഒരു കൂട്ടം പേരും ചേർന്ന് സമ്മാനിക്കുന്നതാണ് ഈ വർണ്ണചിത്രങ്ങൾ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാർ കുറുകെ നിർത്തിയത് ചോദ്യം ചെയ്ത യുവാവിനു നേരെ തോക്കുചൂണ്ടി വധഭീഷണി മുഴക്കിയ പ്രതി പിടിയിൽ. വധശ്രമ കേസിലും കവർച്ചാ കേസിലും പ്രതിയായ നാട്ടിക തൃപ്രയാർ പട്ടത്ത് വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന ആകാശ് ബാബുവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പുതുക്കാട് നിന്നും പിടികൂടിയത്. കാഞ്ഞാണി സിംല ബാറിന് മുൻവശം വച്ചായിരുന്നു സംഭവം. നടന്നു വന്നിരുന്ന കാഞ്ഞാണി സ്വദേശി പുറത്തൂർ വീട്ടിൽ ലിയോ എന്നയാൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം കാർ നിർത്തിയത് ചോദ്യം ചെയ്തതിനുള്ള വിരോധത്തെ തുടർന്നായിരുന്നു ഭീഷണി.
കാർ ഓടിച്ചിരുന്ന പ്രതി ആകാശ് ബാബു കാറിൽ നിന്നും ഇറങ്ങി വന്ന് ലിയോയെ തടഞ്ഞു നിർത്തി പരിക്കേൽപ്പിക്കുകയും കാറിൽ നിന്നും തോക്കെടുത്തുകൊണ്ടുവന്ന് തോക്കു ചൂണ്ടി തീർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിനു ശേഷം രക്ഷപ്പെട്ട പ്രതിക്കെതിരെ ലിയോയുടെ പരാതിയിൽ അന്തിക്കാട് സ്റ്റേഷനിൽ ആയുധ നിയമപ്രകാരമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതി ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുത്തു. ആകാശ് ബാബു ചാലക്കുടി, വാടാനപ്പള്ളി, കാട്ടൂർ, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസിലും 3 അടിപിടി കേസിലും ഒരു മോഷണ കേസിലും അടക്കം 5ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ കേഴ്സൺ വി മാർക്കോ, സബ് ഇൻസ്പെക്ടർ KS സുബിന്ദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ആളൂർ കളപ്പുരയ്ക്കൽ ശ്രീ എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ സഹസ്ര കലശത്തിന് തുടക്കമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി AB ചക്രപാണി, മേൽശാന്തി PG വിഷ്ണു എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അഷ്ടബന്ധ നവീകരണ സഹസ്ര കലശം ഈ മാസം 22-ന് സമാപിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില തിങ്കളാഴ്ച 2 തവണ കുതിച്ചുയർന്നു. ലക്ഷത്തിന് തൊട്ടരികിലെത്തി. രാവിലെ റെക്കോർഡ് ഭേദിച്ച വില ഉച്ചയ്ക്ക് വീണ്ടും കൂടിയതോടെ 2 തവണയാണ് പുതിയ റെക്കോർഡിട്ടത്. ഉച്ചയ്ക്ക് ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയും കൂടി. ഇതോടെ ഗ്രാമിന് 12,410 രൂപയും പവന് 99,280 രൂപയുമായി. രാവിലെ സ്വർണം ഗ്രാമിന് 75 രൂപ വർദ്ധിച്ചിരുന്നു. 12,350 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില. പവന്റെ വില രാവിലെ 600 രൂപ വർദ്ധിച്ച് 98,800 രൂപയായിരുന്നു. ഇതിനു മുൻപ് ഡിസംബർ 12-നായിരുന്നു സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയത്. അന്ന് 98,400 രൂപയായിരുന്നു 1 പവന്റെ വില. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷവും KP വിശ്വനാഥൻ അനുസ്മരണവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷനായി. രഞ്ജിത്ത് കൈപ്പിള്ളി, പ്രവീൺ മാഷ്, ജോൺ പട്ടക്കാവിൽ, AM ബിജു, KR ഔസേബ്, ലിൻഡോ പള്ളിപ്പറമ്പൻ, CH സാദത്ത്, സജീവൻ വെട്ട്യാടൻചിറ, ഷീല വിപണചന്ദ്രൻ, ടെസി ജോസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ വരന്തരപ്പള്ളിയിൽ UDF ആഹ്ലാദ പ്രകടനം നടത്തി. പഞ്ചായത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി. വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് ഗോപാലകൃഷ്ണൻ, ജോസ് മാഷ്, അബ്ദുട്ടി ഹാജി, EA ഓമന, ഇബ്രാഹിംകുട്ടി, റിൻഡോ, വിനയൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി കാണാം ഇൻഫോടോക്ക്. മുതിർന്നവരെ പോലെയല്ല, കുട്ടികൾക്ക് ചായയും കാപ്പിയും ആരോഗ്യത്തിന് നല്ലതല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചായയും കാപ്പിയും കൊടുത്താലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാം. കഫീൻ അധികമാവുന്നത് കുട്ടികളിൽ ഉറക്കക്കുറവിന് ഇടയാക്കും. ചായയോ കാപ്പിയോ കഴിക്കുന്നത് കുട്ടികളിലെ ഉറക്ക രീതികളെ തടസ്സപ്പെടുത്തും. ചെറിയ അളവിലുള്ള കഫീൻ പോലും ഉറക്കത്തിന്റെ ഗുണനിലവാരവും ദൈർഘ്യവും കുറയ്ക്കും. ഇത് കുട്ടികളിലെ വളർച്ചയെയും പ്രതിരോധശേഷിയെയും ബാധിക്കും. 9-10 വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ ദിവസേനയുള്ള കഫീൻ കൂടുതലായി കഴിക്കുന്നത് കുറഞ്ഞ ഉറക്ക ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഗവേഷകർ പറയുന്നു. ചായ കുടിക്കുന്നത് കുട്ടികളിലെ പോഷകങ്ങളുടെ ആഗിരണത്തെയും തടസ്സപ്പെടുത്തും. ചായയിൽ ടാനിനുകൾ അടങ്ങിയിട്ടുണ്ടെന്നും ഇത് കുട്ടികളിൽ ഇരുമ്പിന്റെ കുറവിന് കാരണമാകും. കൂടാതെ കുട്ടികളിൽ വിളർച്ചയ്ക്കുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു. ചായയും കാപ്പിയും കുടിക്കുന്നത് പല്ലിൽ കറ ഉണ്ടാകാനും പല്ലിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കാനും ഇടയാക്കും. പഞ്ചസാരയും പാലും ചേർത്ത ചായയോ കാപ്പിയോ കുടിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ പല്ലിന്റെ നിറം മാറുന്നതിനും ക്ഷയത്തിനും കാരണമാകുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 21 ഡിഗ്രി സെൽഷ്യസ്. വില്ലടം രാമവർമ്മപുരത്തെ കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ മൊബൈൽ ഫോൺ പരിശീലനം നടത്തുന്നു. 30 ദിവസത്തെ കാലാവധിയിൽ നടത്തുന്ന കോഴ്സിലേക്ക് 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ NCVT സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0472694412 94471963224 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം.
സ്വർണം ഗ്രാമിന് 12,410 രൂപ, പവന് 99,280 രൂപ. രാപ്പാൾ നന്ദിക്കര മഠത്തിൽ പരേതരായ പരശുരാമ അയ്യരുടെയും മീനാക്ഷി അമ്മാളിന്റെയും മകൻ പരശുരാമ ശർമ്മ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രേമയാണ് ഭാര്യ. പ്രിയ മകളും രാജീവ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മന്ത്രി KP വിശ്വനാഥന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മറ്റത്തൂരിലും വരന്തരപ്പള്ളിയിലും UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. ചേർപ്പിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. യുവാവിന് നേരെ തോക്ക് ചൂണ്ടി വധഭീഷണി മുഴക്കിയ പ്രതി പിടിയിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില തിങ്കളാഴ്ച 2 തവണ കുതിച്ചുയർന്നു. ലക്ഷത്തിന് തൊട്ടരികിലെത്തി. പവന് 99,280 രൂപയായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.